Hello, my dear students and my dear friends. Today's topic is simple past. This is the fifth one. We know there are 12 tenses in English. We completed present tense. Today, the past tense topic is simple past. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിമ്പിൾ പ്രസന്റ് എന്താണെന്ന് നമുക്കറിയാം. സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്ട്. അതിന് ഞാൻ ഒരു ടിപ്പായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തന്നു. V1ന് രണ്ട് ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞു. എസ് ഫോമും ഉണ്ട്, അതിന് സിംഗുലർ എന്നാണ് പറയുന്നത്. വെർബിന്റെ സിംഗുലർ ആണ് എന്ന് പറയുന്നത്. എസ് ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എസ് ഫോം ആഡ് ചെയ്യുമ്പോൾ വെർബിന്റെ സിംഗുലർ ഫോം ആകുകയാണ്. V1 V2ലേക്ക് പോകുമ്പോൾ അങ്ങനെയുള്ള ഫോമുകളും മറ്റു കാര്യങ്ങളും ഒന്നും വരുന്നില്ല. സോ സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ അതേഴ്സ് ആണ് മറ്റെന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ്. ശരിയല്ലേ? സിമ്പിൾ ആണ്, ഒരു ആക്ഷൻ ഡസ്. പക്ഷെ ഇവിടെ സിമ്പിൾ പാസ്റ്റിലേക്ക് വരുമ്പോൾ അതും സിമ്പിൾ തന്നെയാണ്, പക്ഷെ കഴിഞ്ഞു പോയത്. പാസ്റ്റ് എല്ലാം നമ്മുടെ ഭൂതകാലത്തിലാണ് വരുന്നത്. കഴിഞ്ഞു പോയ ഒരു സംഗതി പറയാം, കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തി പറയാം. ഓക്കെ, സോ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ലേൺ ഈസ് വാട്ട് ഈസ് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, കേൾക്കുക. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് an action completed yesterday, last day, last month, last year, 2005. അപ്പൊ അങ്ങനെ കഴിഞ്ഞു പോയ an action completed in the past. ഓക്കെ, അത് ചിലപ്പോൾ ഇന്നലെയാകാം, അല്ലെങ്കിൽ കഴിഞ്ഞ മാസമാകാം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമാകാം, അല്ലെങ്കിൽ 5 days ago, 5 ദിവസം മുന്നേ ആകാം, അല്ലെ 2 months before, 2 മാസം മുന്നേ ആകാം. അങ്ങനെ കഴിഞ്ഞു പോയ കാലങ്ങളിൽ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി ആക്ഷൻ കംപ്ലീറ്റഡ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. ആക്ഷൻ ഒരു ഡെഫിനിഷൻ ആയിട്ട് അല്ലെങ്കിൽ എന്താണെന്ന് പറയുമ്പോൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. ആക്ഷൻ കംപ്ലീറ്റഡ് യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, 2 days ago, 2 months before, അങ്ങനെയൊക്കെ. അതായത് 2 മാസം മുന്നേയോ, 5 ദിവസം മുന്നേയോ, അല്ലെങ്കിൽ 1 മാസം മുന്നേയോ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമോ, അല്ലെങ്കിൽ ഇന്നലെയോ കഴിഞ്ഞു പോയ ഒരു സംഗതി പറയാനാണ് സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ വാട്ട് ഈസ് സിമ്പിൾ പാസ്റ്റ് എന്നുള്ളത്? ഓക്കെ, അപ്പൊ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തന്നായിരുന്നു. പ്രസന്റിന്റെ 4 ഫോംസും പ്രസന്റ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പാസ്റ്റ് പഠിക്കാനുള്ളത്. പാസ്റ്റിലെ ഫസ്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം സിമ്പിൾ പ്രസന്റ് പഠിച്ചാൽ സിമ്പിൾ പാസ്റ്റ് ഈസിയാണ്. സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് പഠിച്ചാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ഈസിയാണ്. അതായത് ഇത്രയേ ഉള്ളൂ. എല്ലാം നമ്മൾ മാറ്റേണ്ടത് V1 V2 ആക്കുക. ഇതാണ് ചേഞ്ചസ്. നോക്കി വെച്ചിരിക്കുക. അതായത് പ്രസന്റ് നമുക്കറിയാം സിമ്പിൾ പ്രസന്റിന്റെ ഫോർമുല എന്തായിരുന്നു? സബ്ജക്ട് പ്ലസ് V1 പ്ലസ് SO ESO ബേസ് ഫോർ പ്ലസ് ഒബ്ജക്ട്. ഞാൻ തന്നത് അതാണ്. മറ്റു ബുക്കുകളിൽ നിന്ന് നോക്കട്ടെ, ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടാൽ മതി. അതുപോലെ തന്നെ പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ കണ്ടത് ആമീസ് ആണ്. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ വാസ് വെയർ ആണ്. അത്രേ ഉള്ളൂ. പ്രസന്റ് കണ്ടിന്യൂസ് ആമീസ് ആണ് ഉള്ളത്, വാസ് വെയർ ആണ്. വേറെ ഒരു ചേഞ്ചസും ഇല്ല. അതുപോലെ തന്നെ V1 സിമ്പിൾ പ്രസന്റിലെ V1 സിമ്പിൾ പാസ്റ്റിൽ V2 ആകും. ഒരു ചേഞ്ചസും ഇല്ല. അതുപോലെ തന്നെ ഹാസ് ഓർ ഹാവ് പ്രസന്റ് പെർഫെക്റ്റിൽ ഹാസ് ഓർ ഹാവ് ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ഹാസ് ഓർ ഹാവ് ഉണ്ട്. അത് പാസ്റ്റ് പെർഫെക്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റിലും അതുപോലെ തന്നെ ഹാസ് ആൻഡ് ഹാവ് ഹാഡ് ആണ്. ആ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതൊരു ടിപ്പായിട്ട് നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ഇത്രയും കാര്യം. ഓക്കെ, ഞാൻ പറഞ്ഞതാണ് സിമ്പിൾ. ഒരു പഠിക്കാൻ വേണ്ടി ആദ്യം ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മൾ ഇപ്പൊ ഇവിടെ ഇത് മാത്രം നോക്കുക. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു ആദ്യം ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. അല്ല, ഒരു പ്രവൃത്തി കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴോ കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയണമെങ്കിൽ അതിനൊരു ഫോർമുല ഉണ്ട്. സിമ്പിൾ ആണ്. സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്ട്. ഓക്കെ, സബ്ജക്ട് എസ് എന്നുണ്ടെങ്കിൽ സബ്ജക്ട് ആണ്. ഫസ്റ്റ് നമ്മുടെ അസർട്ടീവ് സെന്റൻസസ് ആണ്. അസർട്ടീവ് സെന്റൻസിൽ ആ ഒരു എഴുതുന്ന രീതിയാണ് നമ്മൾ പഠിക്കുന്നത്. അസർട്ടീവ് സെന്റൻസിൽ ഫസ്റ്റ് സബ്ജക്ട് ആയിരിക്കും. ഓക്കെ, പിന്നെ വെർബ് ആയിരിക്കും, പിന്നെ ഒബ്ജക്ട് ഓർ അതേഴ്സ്. ഒബ്ജക്ട് എന്നാണെന്നുള്ള മറ്റേത് വരുന്നതാണ് ഓ ഒബ്ജക്ട് ഓർ അതേഴ്സ്. സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്ട്. ദാറ്റ്സ് ദ ഫോർമുല. വേറെ ചെയ്തിട്ടും നമ്മൾ സിമ്പിൾ പ്രസന്റിനകത്ത് പറഞ്ഞാൽ സബ്ജക്ട് സിംഗുലർ ആയാൽ വെർബും സിംഗുലർ ആകും. വെർബിന്റെ സിംഗുലർ ആക്കാൻ ഒന്നും വേണ്ട, ബേസ് ഫോമിനോടൊപ്പം ഒരു എസ് കൊടുത്താൽ മതി. എക്സാമ്പിൾ റൺ. അതിന്റെ സിംഗുലർ എന്താ? റൺ എന്ന് പറയുന്നത് വെർബിന്റെ സിംഗുലർ റൺസ്.
ഗോ എന്ന് പറയുന്ന വെർബിന്റെ സിംഗുലർ എന്താ ഗോസ്. പക്ഷെ ഇവിടെ എന്തില്ല, ഒറ്റ V2 ഉള്ളൂ, വേറെ ചേഞ്ചസ് ഇല്ല. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും V2 തന്നെ, കൺഫ്യൂഷൻ വരണ്ട. ഓക്കെ, ഒരു എക്സാമ്പിൾ നിങ്ങൾ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സെന്റൻസ് നോക്കേ, I met her yesterday. I met her yesterday എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇന്നലെ അവളെ കണ്ടു, അത്രേ ഉള്ളൂ. സിമ്പിൾ പ്രസന്റിൽ കാണുന്നു ആയിരുന്നെങ്കിൽ കണ്ടു. I met her yesterday. നമുക്ക് സബ്ജക്ട് പ്ലസ് V2 പ്ലസ് അഡ്രസ് ഒബ്ജക്റ്റ്. I met, മീറ്റിന്റെ V2 ആണ് met. meet, met, met. അപ്പോൾ V1 V2 V3 നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. V4 ഒരു പ്രയാസമില്ല, കാരണം V1 നോട് ബൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പക്ഷെ V2 V3 നമ്മൾ ഒരു 50 എങ്കിലും മോർ ദാൻ 10,000 വേർബ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, 50 എങ്കിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർബ്സിന്റെ V1 V2 V3 പഠിച്ചു വെച്ചിരിക്കുക. മീറ്റ്, മെറ്റ്. ക്ലിയർ ആണല്ലോ? ഇതാണ് I visited Bangalore. Okay, under visit, visited. So this sentence was, it rained last night for 5 hours. ഫോറും സിൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നു. അതായത് 5 മണിക്കൂറായി, പീരീഡ് ഓഫ് ടൈം ആണ് 5 hours. അതിനകത്ത് കൺഫ്യൂഷൻ ഇല്ലല്ലോ. It rained last night for 5 hours. It rained എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, റെയിൻ എന്ന് പറയുന്നത് നൗൺ മാത്രമല്ല, മഴ എന്ന് പറയുന്നത് മാത്രമല്ല, മഴ പെയ്യുന്നതിനും റെയിൻ തന്നെയാണ് പറയുന്നത്. സോ റെയിൻ എന്ന് പറയുന്ന V1 into V2, rained, V2 V3, rained. സോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന V2 ആണ്. It rained last night. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സബ്ജക്റ്റ് V2 ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് V2 ഒബ്ജക്റ്റ് ഓർഡേഴ്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ പാസ്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് സിമ്പിൾ പാസ്റ്റ്. സംഭവം സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്, V2 എന്ന് പറയുന്നത് നമ്മൾ 12 ടെൻസസ് ടോട്ടൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ V2 ഉപയോഗിക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, ഒരേ ഒരു ടെൻസേ ഉള്ളൂ, സിമ്പിൾ പാസ്റ്റ് ആണ്. വേറെ ഒരു പാസ്റ്റിലോ അല്ലെങ്കിൽ വേറെ പാസ്റ്റ് കണ്ടിന്യൂസിലോ പാസ്റ്റ് പെർഫെക്റ്റിലോ ഒരു പാസ്റ്റിലോ അല്ലെങ്കിൽ ഒന്നും V2 ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? പാസ്റ്റ് ടെൻസിലെ സിമ്പിൾ പാസ്റ്റിൽ മാത്രമാണ് V2 ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.